ഉറൂസ് നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ ഉറൂസിന് തെളിവുണ്ടോ? അങ്ങനെയാണല്ലോ ചിലർ അങ്ങനെയാണല്ലോ സംശയം ചോദിക്കുക. സുബ്ഹാനല്ലാഹ്, ഞാൻ കുറ്റ്യാടിയിൽ മുതഅല്ലിമായ കാലത്ത് വഅദ് കേൾക്കാൻ വേണ്ടി പോയി. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമാണ്. അവിടെ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് നല്ല യുവാവാണ് അന്നത്തെ കാലത്ത്. ഉസ്താദിന്റെ 2 ദിവസത്തെ വഅദ് കറാമത്തും മജിദത്തുമാണ് വിഷയം. ഞാൻ എൻ്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ഞങ്ങൾ വഅദ് കേൾക്കാൻ വേണ്ടി ടാക്സിയും കൂട്ടി പോയി. അവിടെ വയലിലിരുന്ന് ഇങ്ങനെ ക്ലാസ് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നു. കുറ്റ്യാടി ഇന്നത്തെ കുറ്റ്യാടി അല്ല. അന്ന് 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയുമില്ല, ഒരൊറ്റ മദ്രസയുമില്ല. അവിടെയുള്ള ജാറൊക്കെ അടിച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ് അന്ന്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുറ്റ്യാടി നിറയെ മുസ്ലിയാന്മാരും തലയെക്കെട്ടുകാരും നിറഞ്ഞു കിടക്കുകയാണ്. അത് സിറാജുൽ ഹുദ അതിൻ്റെ ശേഷം. ഇത് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവം പറയും. അങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഘോരമായ മഴ വന്നപ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് ഓടാൻ നോക്കുകയാണ്. ഒരു വയലിലാണ്, മുക്കത്ത് തായ വയലിൽ എന്നാ പറയാ. അവിടെയാണ് സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ഇരുന്ന സ്ഥലത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ സിറാജുൽ ഹുദയുടെ ഒരു കെട്ടിടമുണ്ട്. അങ്ങനെ അവിടെ വെച്ച് വയൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മഴ പെയ്തു. ആളുകൾ എഴുന്നേറ്റ് ഓടുമ്പോൾ ശൈഖുനാ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഒരൊറ്റ കുട്ടി ഓടണ്ട, മുഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല. എന്റെ നെഞ്ഞിടിക്കുകയായിരുന്നു. കാരണം അഥവാ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കും കൊണ്ടൊരു കളിയായിരിക്കും ഇവിടെ എന്ന് വിചാരിച്ച് ഞെഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു മനക്കരുത്താണ്. അങ്ങനെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് മഴ അങ്ങനെ തന്നെ നീങ്ങിപ്പോയി. പിന്നെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ അന്ന് മഴ പെയ്തിട്ടുണ്ട്, അവിടെ മാത്രം പെയ്തിട്ടില്ല. ഇരിക്കട്ടെ, അത് പറയലല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ലാസ്റ്റ് ഉസ്താദിന്റെ കയ്യിൽ കുറെ ചോദ്യങ്ങൾ ഉസ്താദ് വായിച്ച് മറുപടി പറയാണ്. ആ ചോദ്യത്തിൽ ഒരു ചോദ്യം എന്താണെന്നറിയോ? തലേ ദിവസം ഉസ്താദ് പറഞ്ഞിരുന്നു, ചോദ്യം ചോദിക്കുന്നവൻ പേരും ബാപ്പാന്റെ പേരും എഴുതിക്കൊണ്ട് ചോദിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നവരോട് ഇങ്ങനെ അഡ്രസ് ചോദിക്കാൻ പറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ ഉണ്ടോ, ഹദീസിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഉസ്താദ് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പറഞ്ഞു, ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കാൻ ഹിന്ദ് റളിയല്ലാഹു അൻഹ വന്നു, സൈനബ റളിയല്ലാഹു അൻഹ വന്നു. അങ്ങനെ സൈനബ് ബീവിക്ക് ഉള്ളിൽ കയറി സംശയം ചോദിക്കാൻ കഴിയാതെ വാതിൽ തുറക്കുന്നതും പുറത്ത് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു. അദ്ദേഹത്തോട് 2 സ്ത്രീകൾ, വേറൊരു സ്ത്രീയും കൂടിയുണ്ട്. അങ്ങനെ ആ വന്ന ആളോട് ഇവർ പറഞ്ഞു, നിങ്ങൾ കയറിയാൽ ഇങ്ങനെ സ്ത്രീകൾ പുറത്ത് സംശയം ചോദിക്കാനിരിക്കുന്നുണ്ട് എന്നൊന്ന് പറയണം. ഒന്ന് സൈനബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പോയി ആ കാര്യം ഉണർത്തി. ഉടനെ റസൂൽ ചോദിച്ചു, അയ്യു സയാനിബി, ഏത് സൈനബയാണ്? ആളെ മനസ്സിലാവണം. അയ്യു സയാനിബി, ഏത് സൈനബയാണ് എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന സൈനബയാണ് എന്ന് പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംശയം ചോദിക്കുന്നവരോട് അവരെ സംബന്ധിച്ച് അഡ്രസ്സ് ചോദിക്കുന്ന പതിവും ഉണ്ട് എന്ന് ഉസ്താദ് അവറുകൾ അന്ന് മറുപടി പറഞ്ഞത് എനിക്ക് ഓർമ്മയിൽ വരികയാണ്. ഈ സംശയം ചോദിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കൂട്ടറുണ്ടല്ലോ, അവരെ ധാരണ അവര് മുങ്കർ നക്കീറും ആലിമീങ്ങളൊക്കെ ഖബറിലുമാണ് എന്നാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. ആലിമീങ്ങളൊക്കെ ഖബറിൽ കിടന്നിട്ട് ഈ സംശയം ചോദിക്കുന്ന പുത്തൻവാദി മാത്രം ഒരു സംശയക്കാരൻ, അങ്ങനെ ഒരു ധാരണയൊന്നും ആർക്കും വേണ്ട. പരിശുദ്ധ ഇസ്ലാമിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന ഏത് വിഷയങ്ങളുണ്ടോ അതിന് മുഴുവനും ഖുർആനിലും ഹദീസിലും തെളിവുകളുണ്ട്, യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, ഇവിടെ ഇപ്പോൾ ഉറൂസ് നടക്കുകയാണ്. അപ്പൊ ചിലർക്ക് സംശയം, കൊല്ലത്തിലൊരു പ്രാവശ്യം അങ്ങനെ ഒരു സിയാറത്തുണ്ടോ? ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളുടെ ഖബർ കൊല്ലത്തിലൊരു പ്രാവശ്യം സിയാറത്ത് ചെയ്തിരുന്നു എന്ന്, പ്രത്യേകമായി വർഷത്തിലൊരിക്കൽ സിയാറത്ത് ചെയ്തിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. തഫ്സീർ റാസിയിൽ കാണാം, വേറെ പല സ്ഥലങ്ങളിലും കാണാം. അപ്പോൾ അങ്ങനെയുണ്ട്. ഇനി ഞാൻ പറയട്ടെ, അതേ മരണപ്പെട്ടു പോയവരുടെ പേരിൽ എന്താണ് ഈ ഉറൂസിൽ നടക്കുന്ന കാര്യം? ഉറൂസിൽ നടക്കുന്നത് ഭക്ഷണം കൊടുക്കുക അല്ലേ? ഭക്ഷണം കൊടുക്കില്ലേ? ഭക്ഷണം കൊടുക്കുക. പിന്നെന്താണ്? അതേ ആരുടെ ഉറൂസാണോ നടക്കുന്നത് അവരുടെ മഹത്വം പറയുക. പിന്നെന്താ നടക്കുന്നത്? അവര് പഠിപ്പിച്ച ഒരാശയമുണ്ട്.
ഇവിടെ കുമ്പോലിൽ വന്ന് പൂർവകാലത്ത് ദീനീ പ്രവർത്തനം നടത്തിയ അറബി വലിയുള്ള പഠിപ്പിച്ച ഒരാശയമുണ്ട്. ഇവിടെയുള്ള സയ്യിദന്മാര് പഠിപ്പിച്ച ഒരാശയമുണ്ട്, മുൻഗാമികൾ പഠിപ്പിച്ച ആശയമുണ്ട്. ആ ആശയമാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ആ ആശയം ഇവിടെ സ്റ്റേജുകളിൽ വെച്ച് പറയുന്നു. അതേ, നേരത്തെ ഞാൻ വരുമ്പോ നിസ്കരിക്കണം എന്നതാണ് പ്രധാനമായി പറയുന്ന കാര്യം. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതേ, പ്രത്യേകിച്ച് മിഅ്റാജ് നടന്ന മാസമാണ് റജബ് എന്നതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും ഇപ്പോൾ അതേ ഒരു പ്രത്യേകമായി നിസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നു. അതുപോലെ മഹാന്മാരുടെ മഖ്ബറയിൽ വളരെ അദബോടെ ഗുരുത്വത്തോടെ നിന്ന് ഖുർആൻ ഓതുന്നു, എന്നിട്ട് പ്രാർത്ഥന നടത്തുന്നു. അതുപോലെ അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ മഹത്വങ്ങൾ പറയുന്നു. ഇതല്ലേ ഉറൂസുകളിൽ നടക്കുന്നത്. വേറെ ചില ആളുകളുണ്ട്, സുബ്ഹാനല്ലാഹ്, നേർച്ച ഉറൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കുറേ കതിന പൊട്ടിച്ച് എന്നിട്ട് ഉറങ്ങുന്ന കുട്ടികളൊക്കെ ഞെട്ടി തെളിയിച്ച്. അത് അവിടെ മാത്രമല്ല കേട്ടോ, നമ്മളെ ചെറുപ്പക്കാരെ കുട്ടികൾക്കുണ്ട് ഇപ്പൊ ഒരു വികൃതി. അതെങ്ങനെ, അതേ വധുവിന്റെ ഗൃഹത്തിലേക്ക് വരൻ പോകുമ്പോ കുറേ കതിനകൾ പൊട്ടിക്കുകയാണ്. വലിയ സൽക്കർമ്മമാണ് എന്നാണ് അവരുടെ ധാരണ. പക്ഷേ ഉറക്കിക്കിടത്തിയ ചെറിയ കുട്ടി ഞെട്ടി ഉണർന്ന് നിലവിളിക്കുകയാണ്. ആ കുട്ടികളോട് കാരുണ്യം കാണിക്കണ്ടേ യുവാക്കളെ? ആ ചെറിയ മക്കളെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്ത വീടുകളിൽ, ഈ കതിന പൊട്ടിക്കുന്നതിന്റെ സമീപത്തുള്ള വീടുകളിൽ അതാ പിടിച്ചു കെട്ടിയ കുറെ കന്നുകാലികളുണ്ട്, പശുക്കളുണ്ട്. ആ പശുക്കുട്ടികളും പശുക്കളും നിങ്ങളുടെ കതിന പൊട്ടുന്ന ശബ്ദം കേട്ട് മേൽപോട്ടേക്ക് പേടിച്ച് വിറച്ച് ചാടുകയാണ്. ഈ മൃഗങ്ങളെ ആക്രമിക്കാൻ പാടുണ്ടോ? അവകളെ ഭീതിപ്പെടുത്താൻ പാടുണ്ടോ? പേടിപ്പിക്കാൻ പാടുണ്ടോ? എൻ്റെ നാട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച വലിയൊരു കേസുണ്ടായി. എന്താണ് കേസ്? അതേ, വിവാഹം നടക്കുന്ന അതേ വരന്റെ കൂടെ വന്ന ആളുകൾ വലിയ കതിന പൊട്ടിച്ചിട്ട് തൊട്ടടുത്ത വീട്ടിലൊരു ചെറിയ പിഞ്ചു കുഞ്ഞ് പേടിച്ച് വിറച്ച് ആ കുട്ടിക്ക് വലിയ ഹാർട്ടിന് തന്നെ പ്രയാസമായി പോയി. എന്നിട്ട് തലശ്ശേരി ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് പോലീസുകാർ കേസെടുക്കുന്നു. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരോട് താഴ്മയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിൽ മാതൃകയില്ലാത്ത ഒരു വിഷയവുമില്ല. ഒരിക്കലും തന്നെ സന്തോഷം അതിര് കടക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹദീദ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ പറഞ്ഞ വിഷയം നിങ്ങൾക്കറിയില്ലേ? അതേ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈ ലാ തസൗ അലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും. എന്താണ് ആ ആയത്തിൽ പറയുന്നത്? ലോകത്ത് സംഭവിക്കുന്നതെല്ലാം പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുന്നതാണ്. എന്നാൽ അതേ, അത് നിങ്ങളെ പഠിപ്പിച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട, നഷ്ടപ്പെട്ടു പോയതിൽ ടെൻഷൻ അടിക്കണ്ട. അള്ളാന്റെ തീരുമാനം നടക്കുകയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ അതിരുകൾ കവിഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കണ്ട, ആഹ്ലാദം പ്രകടിപ്പിക്കണ്ട. നിനക്ക് അതാ ഒരു നല്ല വധുവിനെ അല്ലാഹു തന്നാൽ, ആ വധുവിൻ്റെ വീട്ടിലേക്ക് വരന്റെ കൂടെ പോകാനുള്ള ആരോഗ്യം നിനക്ക് തന്നാൽ, അതിനുള്ള ശേഷി റബ്ബ് തന്നാൽ, ആ അനുഗ്രഹം ചെയ്ത റബ്ബിന് നന്ദി ചെയ്യുന്നതിന് പകരം തൊട്ടടുത്ത വീടുകളിലുള്ള കന്നുകാലികളെയും അവിടെ കിടക്കുന്ന പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളെയും കിടന്നുറങ്ങാൻ വിടാത്ത വിധം വലിയ വലിയ കതിനകൾ പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അത് നമ്മുടെ ഇസ്ലാമിന് ചേർന്നതല്ല കേട്ടോ. തൃശ്ശൂർ പൂരമാണോ? നമുക്ക് ഇസ്ലാമിന്റെ നിയമല്ലേ? തൃശ്ശൂർ പൂരത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം അത് നമ്മളെ മതത്തിലുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. അതിനെപ്പറ്റി പറയേണ്ടത് ഞാനല്ലല്ലോ. അതേ സമയത്ത് നമ്മുടെ മതത്തിലുള്ള ആളുകളെ ഉപദേശിക്കാനുള്ള ബാധ്യത അത് പണ്ഡിതന്മാർക്കില്ലയോ? ഓ സഹോദരന്മാരെ, ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് ചേറ്റുവ. അതേ,
തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിനടുത്ത് ചേറ്റുവ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ നേർച്ച എന്നും പറഞ്ഞൊരു പരിപാടി. ആ പരിപാടിക്ക് ഒരു ആനയെ കൊണ്ടുവന്നു. ആ ആന സുബ്ഹാനല്ലാഹ് ഇടഞ്ഞു എന്ന് മാത്രമല്ല, ആന പാപ്പനെ അടക്കം അതാ ഞെക്കി ഇടിച്ച് കൊന്നുകളഞ്ഞു. അന്ന് അത് കാണിച്ചുകൊണ്ട് തന്നെ, അത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഞാൻ കേരളം മുഴുക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. കാരണം നേർച്ചക്ക് അങ്ങനെ കുറെ ആനയെ കൊണ്ടുവന്ന് അവിടെയുള്ള ആളുകളെ ദ്രോഹിക്കണം എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഇതേപോലെ പുതിയങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത്. ആ പുതിയങ്ങാടിയിൽ ഈ അടുത്ത് ആന ഇടഞ്ഞിട്ട് അതാ ചിലർക്കൊക്കെ പരിക്ക് പറ്റി. പക്ഷേ ആ പ്രദേശത്ത് പോയി അവിടുത്തെ നേർച്ചക്കെതിരെ ശക്തമായി പ്രസംഗിച്ചവനാണ് ഞാൻ. അൽഹംദുലില്ലാഹ്, ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് അവിടുത്തെ ആ ജമാഅത്തിന്റെ പ്രസിഡന്റ് അടക്കം അത്തരം നേർച്ചക്കിനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഭാരവാഹി അടക്കം മാറി നിന്നിരുന്നു. പക്ഷേ അവിടെയുള്ള ചില രാഷ്ട്രീയക്കാരായ ആളുകളും അതുപോലെ ഈ നേർച്ച കൊണ്ട് കച്ചവടം നടത്താൻ വിചാരിച്ച കുറെ ആൾക്കാരും അത് നിർത്തിയാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തുകൊണ്ടുവന്ന് അതിന്റെ നാശമാണ് കഴിഞ്ഞ ആഴ്ച അവിടെ സംഭവിച്ചത്. ആലിമീങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം, അവര് പറയുന്നത് കേൾക്കണം. അവർക്കറിയാം എങ്ങനെയാണ് നേർച്ചകൾ നടത്തേണ്ടത്, എങ്ങനെയാണ് ഉറൂസ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച രീതിയിലായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെല്ലാമോ കാട്ടിക്കൂട്ടിയിട്ട് ഇത് ഉറൂസാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നേർച്ചയാണെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സുബ്ഹാനല്ലാഹ്, ഏത് കാര്യം ചെയ്യുമ്പോഴും ഓ നബിയെ, തങ്ങൾക്കൊരു പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം തന്നിട്ടുണ്ട്. ആ ശരീഅത്ത് അഥവാ ഇസ്ലാമിക നിയമസംഹിത, ആ നിയമമനുസരിച്ച് അത് ഫോളോ ചെയ്ത് ജീവിക്കണം. വിവരമില്ലാത്തവര് തടീച്ചയനുസരിച്ച് ജീവിക്കുമ്പോ ആ തടീച്ചയെ ഒരിക്കലും തന്നെ പിന്തുടർന്നു പോയിക്കൂടാ. പരിശുദ്ധ ഇസ്ലാമിൽ എല്ലാ വിഷയത്തിനും മാതൃകയുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ വഫാത്തായി. നബിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമുള്ള ഭാര്യയാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് വലിയ സഹായം കിട്ടിയ വളരെ തറവാടിത്തമുള്ള പെണ്ണാണ്. ഒരുപാട് മഹത്വമുള്ള സ്ത്രീയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയാണ്. ആ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. കാരണം എന്താണ്? അതേ അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൽക്കർമ്മം അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കലാണ്, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കലാണ്. സ്നേഹത്തിന്റെ മാനദണ്ഡം പടച്ച റബ്ബിന് വേണ്ടിയുള്ള സ്നേഹം, വെറുപ്പിന്റെ മാനദണ്ഡം പടച്ച റബ്ബിന് വേണ്ടിയുള്ള വെറുപ്പ്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നേരത്തെ ഞാൻ ഓതിയില്ലേ ബുഖാരിയിലെ ഹദീസ്, ഇന്നി ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ അത് ശരിയല്ല. മുഹമ്മദ് നബി നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നുവെന്ന് പുത്തൻവാദികൾ കൃത്യമായി അവരുടെ മാസികകളിൽ എഴുതി വെച്ചത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ള നമ്മളെപ്പോലൊരു കേവല മനുഷ്യനാണെന്ന് പറയുമ്പോ അവനെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവന്റെ കൂടെ ചേരാൻ വകുപ്പില്ല. കാരണം അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമല് അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കലാണ്, അല്ലാഹുവിന് വേണ്ടി വെറുക്കലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ നിന്ദിക്കുന്നവരെ സ്നേഹിക്കാൻ വകുപ്പില്ല. ഇതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവരും പടച്ചവൻ ഒരു സിംഹാസനം
സിംഹാസനത്തിന്റെ മുകളിൽ ചമ്മി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നവരും, ഉപവിഷ്ടനായി എന്ന് പറയുന്നവരും, സിംഹാസനസ്ഥനായി എന്ന് പറയുന്നവരും, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായി ഉറൂസിനെ ചോദ്യം ചെയ്യുന്നവരാശയക്കാരാണ്. പടച്ചവൻ ഒരു സിംഹാസനത്തിന്റെ മുകളിൽ പടച്ചവന്റെ ചന്തി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നവരാണവർ. അവരെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവരെ കൂടെ ചേരാൻ വകുപ്പില്ല. പടച്ചവന് വേണ്ടിയാകണം സ്നേഹം, പടച്ചവന് വേണ്ടിയാകണം വെറുപ്പ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധ റമദാനിൽ 20 റകഅത്ത് തറാവീഹ് നടപ്പാക്കി കാണിച്ചു തന്നു. അതിനാൽ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ചു 20-ൽ കുറഞ്ഞ തറാവീഹില്ല. എന്നാൽ അതിൽ നിന്ന് 12 റകഅത്ത് വെട്ടി നുറുക്കി നശിപ്പിക്കുമ്പോൾ, അതിൻ്റെ പേരിൽ പള്ളിയിൽ തർക്കമുണ്ടാക്കി മുസ്ലിം പള്ളികളിൽ ഭിന്നിപ്പുണ്ടാക്കുമ്പോൾ, ആ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ സ്നേഹിക്കാൻ വകുപ്പില്ല, അവരെ കൂടെ ചേരാൻ വകുപ്പില്ല. സഹീഹുൽ ബുഖാരിയിലെ 916 നമ്പർ ഹദീസാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമുക്കറിയാമല്ലോ, ഹബീബ് നബി തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിച്ച മഹാനാണ്. ഒരേ സമയത്തല്ല, ഒരേ സമയത്ത് ജേഷ്ഠത്തിയെയും അനുജത്തിയെയും കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ. എന്നാൽ ഒരു കുട്ടി മരിച്ചതിന് ശേഷം മറ്റേ കുട്ടി, വിരോധമില്ലല്ലോ. അങ്ങനെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച് സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നാവ് കൊണ്ട് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ ജുമഅയുടെ 2 ബാങ്ക്, ഫസബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞത് നബി തങ്ങളുടെ കൂടെ 7-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോയ സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ആണ്. അത് സഹീഹുൽ ബുഖാരിയിൽ കാണാം. സഹാബത്ത് പറയുന്നു, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ആ 2 ബാങ്ക് വിളിച്ചാൽ നരകത്തിലാണെന്ന് പറഞ്ഞു ജുമഅയുടെ 1 ബാങ്ക് അതാ ക്യാൻസൽ ചെയ്യുന്നവരുണ്ടല്ലോ, ചെയ്തവരുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലൊന്നും അത്തരം ഫസാദുകൾ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുറ്റിയാടിയിൽ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 11 മഹല്ലുകളിൽ അതാ 2 ബാങ്കുള്ള ജുമഅയില്ല, അറബിയിലുള്ള ഖുതുബയില്ല, 20 റകഅത്ത് തറാവീഹില്ല. എന്തേ? സഹാബികളൊക്കെ പിഴച്ചുപോയവരാണെന്നും നരകത്തിലാണെന്നും ബിദ്അത്തുകാരാണെന്നും അവർ സഹാബത്തിനെ മുദ്രകുത്തി. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിനെ അവർ നരകക്കാരനാക്കി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നരകക്കാരനാക്കി, അലി ഇബ്നു അബീ താലിബ് തങ്ങളെ നരകക്കാരനാക്കി, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പലരെയും നരകക്കാരനാക്കി. എന്ന് മാത്രമല്ല, അറിയില്ലേ നിങ്ങൾക്ക്, അതേ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ വാള് കൊണ്ട് വെട്ടിയിട്ട്, തലക്ക് വെട്ടിയിട്ട് കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നത്? അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യുന്ന ആളാണ് എന്ന് വാദിച്ചു. മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കീങ്ങളാണ്, അബൂജഹലിനെ പോലെയാണ് എന്ന വാദമുന്നയിച്ചു. ഇന്നും പുത്തൻവാദികൾ അതേ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. ഉറൂസ് ശിർക്ക്, മാല ശിർക്ക്, മൗലിദ് ശിർക്ക് ഒക്കെ ശിർക്കിന്റെ പട്ടികയിലല്ലേ എണ്ണിയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞ് വിധി പറഞ്ഞാൽ പടച്ചവന്റെ കോടതിയിൽ ഈ മുസ്ലിമീങ്ങൾ മുഴുവനും പ്രതിപക്ഷത്ത് വരുമ്പോ ഈ കക്ഷികൾ എന്താണ് ചെയ്യുകയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചവന്റെ കോടതിയിൽ അവരെന്ത് ചെയ്യും? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സന്താന പരമ്പരകളിൽ, ശിഷ്യ പരമ്പരകളിൽ, ഞങ്ങളെ സ്നേഹിച്ചവരുടെ പരമ്പരകളിൽ സുന്നത്ത് ജമാഅത്തിനപ്പുറത്തേക്ക് 1 ഇഞ്ച് നീങ്ങുന്ന ഒരാളെയും നീ കൊണ്ടുവരരുത് അല്ലാഹ്. എപ്പോഴും ദുആ ചെയ്യേണ്ട കാര്യമാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്, അവിടുത്തെ ചര്യയാണ്. അഫ്ദലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്.
പടച്ചവന് വേണ്ടി സ്നേഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല്. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ അറബിത്തങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അതെ, ഇവിടെ കുമ്പോൾ സയ്യിദന്മാരെ സ്നേഹിക്കുന്നത് എന്തിനാണ്? നമ്മൾ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് എന്തിനാണ്? അത് പടച്ചവന് വേണ്ടിയാണ്. എന്തുകൊണ്ട്? പടച്ച റബ്ബിന്റെ ഖുർആനിൽ റബ്ബ് പറഞ്ഞു, പറയൂ നബിയേ, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പറയൂ നബിയേ, ഞാൻ നിങ്ങളോട് ഈ പ്രബോധന പ്രവർത്തനത്തിന്റെ വകയായി ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണമെന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്, യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകും മിൻ അളീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സലാത ലഹു. നബി കുടുംബമേ, നിങ്ങളെ സ്നേഹിക്കൽ പടച്ച റബ്ബ് നിർബന്ധമാക്കിയതാണ്. നിങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നിസ്കാരം പൂർണ്ണമാകുന്നില്ലല്ലോ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നബി തങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും സലാത്ത് വേണം. ഓ സുഹൃത്തുക്കളെ, അപ്പൊ നബി കുടുംബത്തെ സ്നേഹിക്കണം. അത് വലിയ പുണ്യമുള്ള അമലാണ്, ഖുർആനാണ്. ഹദീസിൽ എത്രയോ സ്ഥലത്ത് എത്രത്തോളം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ വീക്ഷിക്കണം. ഫീ അഹ്ലി ബൈതിഹി, അവിടുത്തെ കുടുംബത്തിൽ. അവിടുത്തെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറിയാൽ, അവിടുത്തെ കുടുംബത്തെ ബഹുമാനിച്ചാൽ, കുടുംബത്തെ സ്നേഹിച്ചാൽ നബി തങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പൊ കുടുംബത്തെ സ്നേഹിക്കണം. എന്നാൽ അതാ ഉറൂസ് പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ പത്രത്തിൽ, പ്രബോധനത്തിലും ശബാബിലും ഒക്കെ എഴുതി വെച്ചത് എൻ്റെ കയ്യിലുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? തങ്ങന്മാരിൽ തന്നെ സംഗതിയില്ല, അതൊക്കെ ഓരോരുത്തർ കെട്ടി ഉണ്ടാക്കിയതാണ്. സയ്യിദന്മാരിൽ തന്നെ അങ്ങനെ ഒന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. സയ്യിദന്മാരെ കൈപിടിച്ച് ചുംബിക്കാൻ പാടില്ല. ചുംബിക്കുകയല്ല വേണ്ടത്, ആ കൈ ഛേദിച്ചു കളയുകയാണ് വേണ്ടത്. അതായത് വെട്ടിക്കളിയാണ് വേണ്ടത് എന്നാ പ്രബോധനത്തിലുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ എന്തെല്ലാം അസംബന്ധങ്ങളാണ് തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തി എഴുതുന്നത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. ഓ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം അൽ ഹുബ്ബു ഫില്ലാഹ്, പടച്ചവന് വേണ്ടി സ്നേഹം, പടച്ചവന് വേണ്ടി വെറും. നമ്മൾ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കാറുണ്ട്. ബദരീങ്ങൾ നമുക്ക് കട്ടൻ ചായ വാങ്ങി തന്നിട്ടല്ല, നമുക്ക് വിസ പാസ്സാക്കിയിട്ടുമല്ല. പിന്നെ എന്തിനാണ്? ബദരീങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അവരുടെ എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരാണ്. വജാദൂബി അംവാലിൻ വബഉനുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അവരെ സ്നേഹിക്കുന്നു നമ്മൾ. നബിതങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണത്തിന് പോയി. റുബയ്യ ബിൻത് അഫ്രായിന്റെ വീട്ടിലെ കല്യാണമാണ്. കല്യാണം നടക്കുമ്പോൾ അവിടെ കുട്ടികൾ പാട്ടുപാടുകയാണ്. കല്യാണ വീട്ടിൽ പാട്ടുപാടാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയൂല. പാട്ടുപാടുന്നതിന് വിരോധമില്ല. പക്ഷേ ബുറുദയാണെന്ന് പറഞ്ഞിട്ട് തോന്നിയാസം പാടാൻ പാടില്ല. അതേ ബുറുദപ്പാട്ടാണെന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരെ മുമ്പിൽ വഷളാകുന്ന പാട്ട് പാടാൻ പാടില്ല. ബുറുദ പാടുന്നവര് ബുറുദ പാടണം, അനാവശ്യം പാടാൻ പാടില്ല. ഓ സുഹൃത്തുക്കളെ, അതുപോലെ ഓരോരുത്തരും അതാ ദീനിന്റെ നിയമം ദീനിന്റെ നിയമം മറികടക്കാൻ പാടില്ല. അതേ നബിതങ്ങൾ കയറി ചെല്ലുമ്പോ ബദർമാല പാട്ടാണ് പാടുന്നത്. സഹാബത്തിന്റെ മക്കളാണ്. അതേ ബുഖാരിയിലെ ഹദീസാണ്. ബദർ സുഹദാക്കളെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പാട്ട് പാടുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടുകൊണ്ടാണ് കയറി വരുന്നത്. അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ ആ ചെറിയ മക്കൾ ആ ബദർ മാലപ്പാട്ട് അവിടെ നിർത്തി നബി തങ്ങളെ കുറിച്ച് പാടുകയാണ്. വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദീം. ഞങ്ങളെ കൂട്ടത്തിലൊരു മഹാനായ നബിയുണ്ട്. ആ നബിക്ക് നാളെ വരുന്ന വിവരം ഇന്ന് തന്നെ അറിയാൻ കഴിയുന്നു. പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവരില്ലേ? ഈ ചെറിയ പിഞ്ചുമക്കൾ, സഹാബത്തിലുള്ള പിഞ്ചുമക്കൾ, അവർക്കറിയാം നബിതങ്ങൾക്ക് നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയാൻ സാധിക്കാറുണ്ട്. എന്തേ അവരങ്ങനെ പാടാൻ കാരണം? ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം ഹബീബ് നബിതങ്ങൾ ബദറിൽ വന്നു. എന്നിട്ട് ചില കുറഞ്ഞ സ്ഥലം മാർക്ക് ചെയ്യുകയാണ്. പില്ലറിന് വേണ്ടി എഞ്ചിനീയർ മാർക്ക് ചെയ്യും പോലെ നബിതങ്ങൾ മാർക്ക് ചെയ്യുകയാണ്. ഹാദാ മസ്റഉ ഫുലാൻ, ഹാദാ മസ്റഉ ഫുലാൻ. നാളെ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീണിട്ടാണ് ചാവുക, ഉത്ബത്തി ഇവിടെയാണ് വീഴുക. അങ്ങനെ ഓരോ ധിക്കാരികളും അക്രമികളും വീഴുന്ന സ്ഥലം തലേ ദിവസം നബിതങ്ങൾ മാർക്ക് ചെയ്യുന്നു. പിറ്റേ ദിവസം ബദർ യുദ്ധം നടന്നപ്പോൾ ആ സ്ഥലത്ത് തന്നെ വീണിട്ടവർ അതാ ജീവൻ പോകുന്നു. ഇത് അറിയാവുന്ന മക്കളാണ്. അവരാണ് പാടുന്നത് വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദീം. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്കും പലപ്പോഴും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും. നിങ്ങൾ കേട്ടില്ലേ ബുഖാരിയിൽ തന്നെയുള്ള ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബത്ത് ഉഹദിൽ വരുന്നു. ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത അബ്ദുള്ള റളിയല്ലാഹു അൻഹു മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. മകനോട് പറയുന്നു, ഇന്നീ ലാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ ഖുതില. നാളെ ഉഹദ് യുദ്ധം നടന്നാൽ ആദ്യം മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും മോനെ. പിറ്റേ ദിവസം ഉഹദ് യുദ്ധം നടന്നപ്പോൾ അതേ വിധത്തിൽ സംഭവിക്കുന്നു. ആകയാൽ ഔലിയാക്കൾക്കും പലപ്പോഴും മറഞ്ഞ കാര്യം അറിയാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് കഴിയില്ലെന്ന് വാദിച്ചത് മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു ടീമാണ്. ആ മുഅ്തസിലത്തിന്റെ വാദം ഇപ്പോൾ പല പുത്തൻവാദികളും ഉന്നയിക്കാറുണ്ട്. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ കക്ഷി ആരാണെന്നറിയോ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിട്ട് ചാട്ടവാറ് കൊണ്ടടിച്ചവരാണ്. അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിനെ തലവെട്ടി കൊന്നുകളഞ്ഞവരാണ്. ശാഫി ഇമാം തങ്ങളുടെ ശിഷ്യനായ അതേ അബൂ യഅ്ഖൂബുൽ ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് ചങ്ങലക്കിട്ടവരാണ്. ആ മുഅ്തസിലത്തിന്റെ പുത്തൻവാദങ്ങളിൽപ്പെട്ട ഒന്നാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്ന വാദം, ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന വാദം. അതൊക്കെ ഇപ്പോൾ ചിലർ കോപ്പി അടിച്ചിട്ടുണ്ട്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകണ്ട. ഇരിക്കട്ടെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യയിൽപ്പെട്ടതാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ? അതിന്റെ രൂപമാണ് ഇമാം ബുഖാരി റിപ്പോർട്ടിനെ ഹദീസിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ ഇന്നി മാഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഗിർതു അലാ ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ഉള്ളതുപോലത്തെ ഒരു ഈർഷ്യം എനിക്ക് വേറെ ആരോടും ഉണ്ടായിരുന്നില്ല. എന്തേ കാരണം? ആയിഷ ബീവിയെ ഞാൻ കണ്ടിട്ട്, അതേ ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. എന്താ വിഷയം? ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവതിയായ എന്നെയും വെച്ചിട്ട്
പണ്ടെങ്ങാനും വഫാത്തായിപ്പോ ഖദീജ ബീവിയുടെ ബഹുമാനം ഇങ്ങനെ പറയും. അപ്പൊ എനിക്കിങ്ങനെ ചൂടാവും. സ്വാഭാവികമല്ല, സ്ത്രീകൾക്കുണ്ടാകുന്ന സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ ആ ഭാര്യയെ ഇങ്ങനെ ബഹുമാനിച്ച് സ്നേഹിച്ച് പറയുമ്പോ എനിക്ക് ചൂടാകും. ആയിഷ ബീവി പറയാണ്, ഉള്ളിൽ ചൂടില്ല കേട്ടോ, അങ്ങനെയാണ് പിന്നെ ഇത് പറയൂലല്ലോ. എന്നിട്ട് മഹദി പറയാണ്, വലാകിൻ കാന യുക്സിറു ദിക്റഹാ, ആ ഖദീജ ബീവിയുടെ ബഹുമാനം നബി തങ്ങൾ ധാരാളം പറയും. സ്നേഹിക്കുന്നവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കുകയാണ്. വഫാത്തായി പോയവരാകുമ്പോ അവരെ ബഹുമാനം ധാരാളം പറയുക. അതാ ബദർ മാല, അതാ ബദർ മൗലിദ്, അതാ മൊഹീദ്ദീൻ മൗലിദ്, അതാ മൊഹീദ്ദീൻ മാല. കാരണം അവരെ നമ്മുടെ ദീനിനു വേണ്ടി സ്നേഹിക്കുകയാണ്. അപ്പൊ അവരെ ധാരാളം മഹത്വം പറയുകയും പാടുകയും ചെയ്യുകയാണ്. അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്താ, തിരുചര്യയിൽപ്പെട്ടതാ. പിന്നെയോ നബിതങ്ങൾ ചിലപ്പോൾ ആട്ടിനെയർക്കും. ഉറൂസിനാട്ടിനറക്കാറില്ലേ, പോത്തറുക്കാറില്ലേ? നബിതങ്ങൾ ഖദീജ ബീവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആട്ടിനെ അറുക്കുന്നു. പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അത് നുറുക്കുന്നു. ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന സ്നേഹിതകൾക്ക് ആ ഭക്ഷണം അല്ലാഹുവിന്റെ റസൂല് കൊടുത്തേക്കുന്നു, വിതരണം ചെയ്യുന്നു. അപ്പൊ മരണപ്പെട്ടു പോയ ബാപ്പയെ സ്നേഹിക്കുമ്പോ, ഉമ്മയെ സ്നേഹിക്കുമ്പോ, ബദരീങ്ങളെ സ്നേഹിക്കുമ്പോ, അറബിത്തങ്ങളെ സ്നേഹിക്കുമ്പോ, അതേ പോലും സയ്യിദന്മാരെ സ്നേഹിക്കുമ്പോ, വഫാത്തായി പോയവരെ സ്നേഹിക്കുമ്പോ ചെയ്യാനുള്ള സൽക്കർമ്മം എന്താണെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സുന്നത്താണ്, ചര്യയാണ്. അവരെ ബഹുമാനം പറയുക, അവരെ അനുസ്മരിക്കുക, അവരെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുക. അതുകൊണ്ട് പറയട്ടെ, അതാ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് നിത്യജീവിതത്തിൽ തിരുസുന്നത്തിന്റെ പ്രാധാന്യം എന്ന വിഷയം കൊടുത്തിട്ട് ഉറൂസിന്റെ തെളിവ് പറഞ്ഞില്ലല്ലോ എന്നാർക്കും തോന്നണ്ട. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്ന ഏത് വിഷയങ്ങൾ ോ ഏത് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം തെളിവുകളുണ്ട് ചെറുപ്പക്കാരെ. ഇനി ഞാൻ പറയട്ടെ, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ ഫകാനൂ യസ്തഹിബൂന അൻ യുത്അമ അനിൽ മയ്യിതി സബ്അത അയ്യാം. മഹാന്മാരായ സഹാബികൾ മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കും. 7 ദിവസം ഭക്ഷണം കൊടുക്കൂന്ന് മാത്രമല്ല, അത് സുന്നത്തായി അവർ മനസ്സിലാക്കി പ്രാവർത്തികമാക്കി. എന്തേ കാരണം? ആ ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ. 7 ദിവസം മരിച്ച മയ്യിത്തിന് ഖബറിൽ പരീക്ഷണമുണ്ട്, 7 ദിവസം ചോദ്യമുണ്ട്. അപ്പോൾ പരീക്ഷണത്തിൽ വിജയം കൈവരിക്കാൻ, പരീക്ഷണത്തിൽ അവർക്ക് ഇളവ് കിട്ടാൻ സഹാബത്ത് ചെയ്തൊരു സൽക്കർമ്മമാണ്. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ അവർ ഭക്ഷണം നൽകി. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ ഹദീസ് എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹബീൽ ഫതാവയിൽ പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ കാലം മുതൽ എൻ്റെ ഈ കാലം വരെ ഹിജ്റ 911 ഇമാം സുയൂത്തി തങ്ങൾ വഫാത്താകുന്നത്. മഹാനവറുകൾ എഴുതാണ്, 900ഓളം കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്നു വരുന്ന സുന്നത്താണ് മരിച്ച മയ്യിത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കൽ. സുഹൃത്തുക്കളെ, അതൊക്കെ ഇല്ലായ്മ ചെയ്യുകയല്ല വേണ്ടത്, അതൊക്കെ സുന്നത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ നബിതങ്ങളെ സമീപത്ത് വന്ന് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഇന്ന ഉമ്മീ മാതത് ഫഅയ്യു സദഖതി അഫ്ളു യാ റസൂലല്ലാഹ്. എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ പേരിൽ കൊടുക്കാൻ ഏറ്റവും നല്ല സദഖ ഏതാണ്? നബിതങ്ങൾ പറയുന്നു, വെള്ളം കിട്ടാൻ വലിയ പ്രയാസമുള്ള സമയമാണ്, വെള്ളമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് ലി ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മാക്കാണ്.
മരിച്ചുപോയ ഉമ്മ കിണറ്റിന്ന് വെള്ളം എടുക്കോ, അതൊരു പ്രയോഗമാണ്. നമ്മളെ പെണ്ണുങ്ങൾ ചിലപ്പോൾ പറയൂലേ, ഈ കോഴി ബദിരീങ്ങക്കാണ്, ബദിരീങ്ങൾ കോയിറച്ചിരുന്നു. ഇല്ല, പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ബദിരീങ്ങളെ പേരിൽ സദഖയാണ്. അതാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, സയ്യിദിന്റെ ഉമ്മാക്കാണ്, അഥവാ ഉമ്മാന്റെ പേരിൽ സദഖയാണ്. അങ്ങനെ എത്രയെത്ര ഹദീസുകളുണ്ട്. ചിലർ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതേ ഖുർആനിലുണ്ടല്ലോ, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവനവൻ ചെയ്തതേ കിട്ടുള്ളൂ, നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് ചിലർ ഖുർആൻ ഓതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ അവരോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങളെ ബാപ്പ മരിക്കുമ്പോൾ നിങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലേ? അതുകൊണ്ട് മയ്യിത്തിനൊരു ഗുണവും കിട്ടൂല എന്നാണോ നിങ്ങളെ വിശ്വാസം? അല്ല, മയ്യിത്തിന് ഗുണം കിട്ടൂന്നാണോ? എന്നാൽ മയ്യിത്തിന്റെ പേരിൽ നിസ്കരിക്കുന്ന സമയത്ത് ദിക്റല്ലേ ചൊല്ലുന്നത്? അല്ലാഹു അക്ബർ എന്നത് ദിക്റല്ലേ? ആ ദിക്റിന്റെ ശേഷം പിന്നെ ഫാത്തിഹയല്ലേ ഓതുന്നത്? അത് ഖുർആനല്ലേ? മരിച്ച മയ്യിത്തിന്റെ പേരിലല്ലേ നിസ്കാരം? അപ്പൊ ഈ ഫാത്തിഹയും മയ്യിത്തിന്റെ പേരിലല്ലേ? പിന്നെയും തക്ബീറല്ലേ, ദിക്റല്ലേ, പിന്നെ സലാത്തല്ലേ, പിന്നെയും തക്ബീറല്ലേ, പിന്നെ മയ്യിത്തിന്റെ പേരിൽ ദുആയല്ലേ? ഇതന്നല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ? അതൊക്കെ മയ്യിത്തിന് ഫലം കിട്ടുന്നില്ലേ? ആകയാൽ മയ്യിത്തിന് വേണ്ടിയുള്ള ദുആ, മയ്യിത്തിന് വേണ്ടിയുള്ള സദഖ, മയ്യിത്തിന്റെ പേരിലുള്ള ദിക്ർ, മയ്യിത്തിന്റെ പേരിലുള്ള ഖുർആനോത്ത്, എല്ലാം മയ്യിത്തിന് ഫലം കിട്ടുന്നത് തന്നെ. നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാർക്കാണ്? ചിലപ്പോ സാധാരണക്കാരൻ ചിലപ്പോൾ ചതിക്കൂ. ഷാഫി ഇമാം പറഞ്ഞിരിക്കുന്നു, ഖുർആൻ ഓതിയാൽ പ്രതിഫലം മയ്യിത്തിന് കിട്ടൂല. അതുകൊണ്ടെന്താ അങ്ങനെ പറഞ്ഞു തന്നെ വെക്കുക? എന്നാലെന്താ പ്രതിഫലം ഒന്ന് എന്തിനാ പറയാ? പ്രതിഫലം ഒന്ന് വേറെ, ഫലം ഒന്ന് വേറെ. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എടുത്ത പണീന്റെ കൂലി. എന്നാ പ്രതിഫലം എന്ന് പറയാം? എടുത്ത പണീന്റെ കൂലി. ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രസംഗിക്കുമ്പോ ഇവിടെ കുറെ കസേരണ്ട്, ഇവിടെ മൈക്കുണ്ട്. അതിന്റെ പ്രതിഫലാർക്കാ? ആ വാടകക്കാരന്. അതിന്റെ ഫലാർക്കാ? ഫലം എനിക്കും നിങ്ങൾക്കും. ഫലം നമുക്ക്, പ്രതിഫലയാക്ക്. സ്വാഭാവികല്ലേ? അപ്പൊ പ്രതിഫലം ഒരാൾക്ക് ഇതുകൊണ്ട് ഫലം കിട്ടൂല എന്നാ. മയ്യിത്ത് നിസ്കരിക്കുന്നു, അതിന്റെ പ്രതിഫലാർക്കാ? നിസ്കരിച്ചാക്ക്. ഫലാർക്കാ? ഫലം മയ്യിത്തിന്. മയ്യിത്തിന് ഫലം കിട്ടുന്നു, നമുക്ക് പ്രതിഫലം കിട്ടുന്നു. ഇവിടെ എന്താ കുഴപ്പം? അപ്പൊ ഷാഫി ഇമാമിന് ഫലം കിട്ടൂല എന്നല്ല, പിന്നെ പ്രതിഫലം കിട്ടൂല എന്നാ പറഞ്ഞ ആ റിപ്പോർട്ട് അനുസരിച്ച് പറഞ്ഞത്. ഷാഫി ഇമാമിനോട് ചോദിച്ചില്ലേ? സഅഫ്റാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ? ഖബറിന്റെ അടുക്കുന്ന ഖുർആൻ ഓതുന്നതിനെ പറ്റി ചോദിച്ചില്ലേ? എന്നിട്ട് ഓതാനല്ലേ പറഞ്ഞത്? ഷാഫി ഇമാം തങ്ങൾ വഫാത്തായപ്പോൾ ശിഷ്യന്മാര് 4 ഭാഗത്തും ഇരുന്ന് ഖുർആൻ ഓതിയില്ലേ? അതല്ലേ ചരിത്രം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പതിവാക്കി വന്ന സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തണം. അതാര് പറഞ്ഞാലും ഏത് ആന വലിച്ചാലും അത് നമ്മിൽ നിന്ന് വിട്ടുപോകരുത്, നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കണം. അതിൻ്റെ പുറമെ നമ്മൾ രാവിലെ ഉറക്ക് തെളിയുമ്പോൾ തന്നെ അതാ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൽ ബഅസ് വന്നുശൂർ, പടച്ചവന് അൽഹംദുലില്ലാ പറഞ്ഞ് എഴുന്നേൽക്കണം. ഉറങ്ങിക്കിടന്നിട്ട് പിന്നീട് എഴുന്നേൽക്കാതെ മരിച്ചുപോയ എത്ര ആളുകളെ എനിക്കറിയാം. അല്ലാഹു തന്ന ഉറക്കമാണ്. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം. മരണപ്പെട്ട വാർത്ത കേട്ടാൽ, മുസീബത്ത് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയണം. ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നെഞ്ഞത്തടിക്കാൻ പാടില്ല, നിലവിളിക്കാൻ പാടില്ല, മുടി പറിച്ചിടാൻ പാടില്ല.